സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് മയിലുള്ള ഏബിൾ വില്ലേജിലേക്കാണ് കേട്ടോ. ഏബിൾ വില്ലേജിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്നത്തെ ഡ്രൈവർ നയനയാണ് കേട്ടോ. നയന കുറേ നാളായി ഡ്രൈവ് ചെയ്തിട്ട് അതുകൊണ്ട് വീണ്ടും ഡ്രൈവ് ചെയ്യണമെന്ന് താല്പര്യം പറഞ്ഞുകൊണ്ട് നയനയാണ് ഇന്നത്തെ ഡ്രൈവർ കേട്ടോ. നമ്മൾ നമ്മൾ ശ്രീകണ്ഠാപുരത്തു നിന്നാണ് പോകുന്നത്. നയനയുടെ വീട്ടിൽ നിന്നാണ് ഇന്ന് ഇവിടത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് അടുത്താണ്, അരമണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. മലപ്പട്ടം പാലം കേട്ടോ. മലപ്പട്ടം പാലം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മയ്യിലെത്തി. മയ്യിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്ന റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഏബിൾ വില്ലേജ്. അങ്ങനെ ഞങ്ങൾ ഏബിൾ വില്ലേജ് എത്തി. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഒരുപാട് വണ്ടികളൊന്നുമില്ല കേട്ടോ പാർക്ക് ചെയ്തിട്ട്. ആ കാണുന്ന ഗേറ്റാണ് ഏബിൾ വില്ലേജിലേക്ക് ഉള്ള എൻട്രി ഗേറ്റ്. നമ്മൾ അങ്ങനെ ഇവിടെ ഒരു വൈകുന്നേരം ഒരു 3:30-4 മണിയാകുമ്പോഴും എത്തി കേട്ടോ. 3:30 ആ സമയത്താണ് എത്തിയത്. 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 3-3:15 എത്തി. അങ്ങനെ ഇപ്പോൾ നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്യാൻ കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചാരുവും അച്ചാച്ചനും കൂടിയിട്ട് മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ. ചാരുവും അച്ചാച്ചനും മുന്നിൽ നടക്കുന്നുണ്ട്. അത് അമ്മയുണ്ട്. പോകുന്ന വഴിയൊക്കെ ഇവർ ഡ്രമ്മിൽ മാവ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രമ്മിൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് മാവ് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മാങ്ങയൊന്നും കാണാനില്ല. ഉണ്ട്, ചിലതിലൊക്കെ മാങ്ങ കാണാനുണ്ട്. നല്ല ബഡ് തൈ വെച്ച് അതിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ അത് വളർച്ചയില്ലാതെ അതേ സൈസിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ ഡ്രമ്മിൽ മാവ് വെച്ചിട്ട്. ഇപ്പം ഫാമിലൊക്കെ ഒരുപാട് നമുക്ക് പോയാൽ കാണുന്നത് ഇത് തന്നെയാണ് കേട്ടോ. കാണുന്നത് കണ്ടോ, അതാണ് ഏബിൾ വില്ലേജിൻ്റെ ഉള്ളിലത്തെ എൻട്രി ഗേറ്റ് കേട്ടോ. ഉള്ളിലത്തെ എൻട്രി ഗേറ്റാണ് ആ കാണുന്നത്. നമ്മളങ്ങനെ നടന്ന് കുറേ മുന്നോട്ട് പോയി നല്ലൊരു ആനേൻ്റെ സ്റ്റാച്ചു ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആനേൻ്റെ ഇതെല്ലാം ആക്കിയിട്ട് അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കുറേ ആർട്ട് വർക്കും. ഇത് കണ്ടോ, കണ്ണൂരിൻ്റെ സ്വന്തം തെയ്യം കേട്ടോ. എല്ലാം നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊരു ഇരിക്കാനായിട്ടൊരു സ്ഥലങ്ങളുണ്ട്. ചാരുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചാരുവിന് ഇങ്ങനെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ. പെർ പേഴ്സൺ എൻട്രി വരുന്നത് 200 രൂപയാണ് ഇവിടത്തേക്ക്. ഈ സൈഡിലൊക്കെ ബോഗൺവില്ല വെച്ചിട്ടുണ്ട്, കുറേ ഒരുപാട് കളറിലുള്ള. പക്ഷെ എനിക്കൊന്നും ഇതൊക്കെ ഇപ്പോൾ വെച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത്രയ്ക്ക് തിക്കായിട്ടില്ല. കുറേ വെജിറ്റബിൾസ് കാണുന്നുണ്ട്, കുറേ ചെടികൾ. ഇത് കണ്ടോ, കാളവണ്ടി. അവിടെ കറക്റ്റ് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, പെറ്റ്സിൻ്റെ അടുത്തേക്കാണോ പോകേണ്ടത്, ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇത് കണ്ടോ, മൾട്ടി കളറിലല്ലേ ബോഗൺവില്ല. അങ്ങനെ അതൊക്കെ പാസ് ചെയ്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് പന്തലുകൾ, കുറേ കൃഷികൾ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, തെയ്യം, കണ്ടനറുകളിലാണ് തെയ്യം. വീണ്ടും മുന്നോട്ട് പോകുന്നു. അപ്പോൾ അടുത്ത സൈഡിൽ കുറേ മൃഗങ്ങളൊക്കെ അവർ യമ്മുണ്ട്, ഒട്ടകപ്പക്ഷിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് പക്ഷികളും ഒരുപാട് മൃഗങ്ങളും ഉണ്ട് ഇവിടെ. വെച്ചാൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമുക്ക് ഇവിടെ എടുക്കുന്ന ഡയറക്റ്റ് പറിച്ച് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഗിനിക്കോയി ഉണ്ട്. ഇതൊക്കെ ചാരു കണ്ടിട്ടുണ്ട്. എന്നാലും ഇവിടെ പെറ്റ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഈയിടെ അടുത്തായിട്ട്. അപ്പോൾ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അതുപോലെ ഇതൊരു ഗുഹയുടെ ഉള്ളിലേക്ക് കൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. എല്ലാം വിസിറ്റ് ചെയ്യുന്ന ഈ പെറ്റ്സിനെയൊക്കെ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെയാണ്. ഇത് കണ്ടോ, മുതലയുണ്ട്, 2 ആമകളുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അരയനുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ചാരും കണ്ട് ആസ്വദിക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് കിളികൾ. ചാരുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഇഗ്വാന. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്
മനസ്സിലാവും. നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഒന്ന് ഇഗ്വാനേനെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അതേ സാധനം ഇത്. ഇതൊക്കെ ഓരോ ടൈപ്പിലെ കോഴികളും കുറേ പെറ്റ്സും ഒക്കെയാണ് കേട്ടോ. ചാരു ചാരുവിന് ചെറിയ പേടിയുണ്ട്. എന്നും ദൂരേന്ന് ധൈര്യം കാണിക്കുമെങ്കിൽ അടുത്ത് പോയിട്ട് അങ്ങനെ ടച്ച് ചെയ്യാനുള്ള ധൈര്യമില്ല കേട്ടോ ചാരുവിന്. ഇത് കുറേ പ്രാവുകൾ, കിളികൾ എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് പ്രാവുകൾ. പക്ഷേ പെറ്റ് സ്റ്റേഷൻ്റെ അത്ര ഇല്ല ഇത് കാണാൻ. അവിടെ ഫീസും കുറവാണ്. പക്ഷേ ഈ ഭാഗത്തുള്ളവർക്ക് അവിടെ എത്തിപ്പെടാനുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ മയിൽ, ശ്രീകണ്ഠപുരം, മയിൽ, ഇരിട്ടി, ഇരിക്കൂർ ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്നു പോകാൻ എളുപ്പമാണ് ഏപ്പിൾ വില്ലേജിൽ. അതുകൊണ്ട് അതുപോലെ തന്നെ പെറ്റ് സ്റ്റേഷൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിപ്പം അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ പെരുമ്പാമ്പ് ഇത്രയും പിടിച്ച് പിടിച്ച് കയറുന്ന കണ്ടോ. പൈത്തൺ, റോയൽ ബോൾ പൈത്തൺ അങ്ങനെയാണ് അതിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. പെരുമ്പാമ്പിനത്തിൽ പെട്ട വേറെ അതേ പൈത്തൺ ഇനത്തിൽപ്പെട്ട വേറൊരു പാമ്പ്. പിന്നെ കുറേ എലികൾ. ഇതിനൊക്കെ വേറെ പേരായിരിക്കും. നമ്മൾ എലി എന്ന് പറയുന്ന പോലെയല്ല അവർ വളർത്തുന്ന ടൈപ്പാണ് ഇതൊക്കെ. വെള്ളം കുടിക്കുന്നുണ്ടോ കുഞ്ഞി. ഓരോ ടൈപ്പ് സംഭവങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഇതൊക്കെ നമ്മൾ ആ എലീനെ കാണുന്ന രീതിയിൽ നോക്കുന്നില്ല. ഇതൊക്കെ വളർത്തുന്ന ടൈപ്പിലേക്ക് ബ്രീഡ് ചെയ്തെടുത്ത് ഓരോ രാജ്യത്തു നിന്ന് വരുന്നതാണ് ഇതൊക്കെ. ഇത് കണ്ടോ ആരാപ്പയ്മ. ഒരുപാട് ഫിഷസ് ഉണ്ട് ഇവിടെ കണ്ടോ. കുഞ്ഞു കുഞ്ഞു അക്വേറിയത്തിൽ കാണുന്ന. ഇതിൻ്റെ വലിയൊരു അക്വേറിയം തൃശ്ശൂരാണല്ലോ എന്ന് തോന്നുന്നു ഫിഷിൻ്റെ. അതേപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ പെറ്റ് സ്റ്റേഷനിലും ഇതേപോലെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നുണ്ട് അവർ. അടുത്തായിട്ട് ഓപ്പൺ ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ നമ്മുടെ തെരണ്ടി എന്നെല്ലാം പറയുന്ന പോലെയുള്ള സാധനം. ഒരുപാട് ഫിഷ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇതൊക്കെ നമുക്ക് ഇത്ര അടുത്ത് നമുക്കിതിന് കാണാനുള്ള സൗകര്യം ഉണ്ടായിട്ട് നമ്മൾ പോയിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് ഇതൊക്കെ. ടിക്കറ്റ് ചാർജസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നി നമുക്ക്. എന്നാലും നമുക്ക് ദൂരെ പോയി കാണുന്നതൊക്കെ നോക്കുമ്പോൾ ഇത് ഇവിടെ വന്ന് കാണുന്നത് കുറച്ച് ആ ടിക്കറ്റ് ചാർജും നമ്മൾ ദൂരെ പോയി കാണേണ്ട ചിലവെല്ലാം കണക്കൂട്ടുമ്പോൾ ഇവിടെ വന്ന് കാണുന്നതിൽ നഷ്ടമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇത് കണ്ടോ കുറേ കിളികളുണ്ട്. പിഞ്ചസ്, പാരറ്റ്സ്, മക്കാവോ, അങ്ങനെ ആഫ്രിക്കൻ പാരറ്റ്, ലവ് ബേർഡ്സ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് തത്തകളും കുറേ ഇതും ലവ് ബേർഡ്സ്, പിഞ്ചസ്, അങ്ങനെ കുറേ ടൈപ്പ് കിളികളുണ്ട്. എല്ലാത്തിൻ്റെ പേരറിയില്ല. പേരവിടെ എഴുതി വെച്ചിട്ടുണ്ടായി. ഞാനത് പേര് ഫോക്കസ് ചെയ്തെടുക്കാൻ വിട്ടുപോയി. മക്കാവുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവരുടെ കൃഷി അതുപോലെ ഇവരുടെ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്കുള്ള ആക്സസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോട്ടോ ഫ്രെയിം ഉണ്ട് കേട്ടോ. കുറേ ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഇവിടെ. നമുക്ക് അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതുണ്ടോ ഫിഷ്. വലിയൊരു ഫിഷിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അവിടുന്ന് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫിഷ് അത്ര വലുതായില്ലാന്ന് തോന്നുന്നു. നമ്മുടെ പെറ്റ് സ്റ്റേഷനിലുള്ള ഫിഷൊക്കെ ഭയങ്കര വലുപ്പമുള്ള ഫിഷാണ്. ഇതത്ര വലുതായില്ലാന്ന് തോന്നുന്നു. എന്തുകൊണ്ട് നമുക്ക് പിന്നെ അവർക്ക് ടിക്കറ്റ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തീറ്റ തരും നമുക്ക്. അപ്പോൾ നമുക്കത് ഫീഡ് ചെയ്യാൻ പറ്റും. കണ്ടോ നമ്മൾ കൈ വെക്കുമ്പോഴേക്കന്നെ അവർ വന്നിട്ട് തീറ്റ എടുക്കാൻ നോക്കും. ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു കൊടുക്കുക. കൈ കടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ മുട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചില ആൾക്ക് അത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇക്കളാവും. ഇതങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൈക്കൊന്നും
ഇതൊന്നും ആവില്ല. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അത് അവർക്കറിയാം അത് കറക്റ്റ് തീറ്റയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ വലിച്ചെടുത്തോളും അവർ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാറി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേ കിളികൾ, ലവ് ബേർഡ്സുള്ള വലിയൊരു കേജ് കണ്ടു കേട്ടോ. ഇതിലൊക്കെ സെപ്പറേറ്റ് എൻട്രി പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി ഫീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ കണ്ടോ ഒരു കുഞ്ഞാട് കണ്ടോ, ഒരാടേ ഉള്ളൂ. ചാരുവിന് അതിന് പുല്ല് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. അവിടെ പോയി എടുക്കുന്നുണ്ട്, അവിടെ വെച്ചത് കണ്ടിട്ട്. ചാരുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതുണ്ടോ കുഞ്ഞാടിന് ചാരു കൊടുക്കുന്ന കണ്ടിട്ട് വേറൊരു മോളും വന്നിട്ട് തീറ്റ കൊടുക്കാൻ നോക്കുക. നല്ല രസമല്ലേ. ഇതൊക്കെ എന്തെങ്കിലും പ്രത്യേക ബ്രീഡിൽപ്പെട്ട ആടുകളായിക്കോട്ടെ, നമുക്കതിൻ്റെ കറക്റ്റ് മനസ്സിലാവാത്തോണ്ട് നമ്മളിങ്ങനെ ആട് തന്നെ പറയുന്നത്. ഇതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള ആടുകളായിരിക്കും, പ്രത്യേക ബ്രീഡൊക്കെ ആയിട്ട്. നമ്മൾ ഇതിനെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും ഏതിനത്തിൽപ്പെട്ടതാണെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് ഇവർ ഈ സൈഡിലൊക്കെ കുറേ വെജിറ്റബിൾസും ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാവ്, അതേപോലെ കുറേ തൈകളൊക്കെ ഇപ്പം നട്ടേ ഉള്ളൂ, വളരുന്നേ ഉള്ളൂ. ഒരുപാട് കൃഷികൾ ചെയ്തിരുന്നുണ്ട് ഇതിനോട്. ഇടവിള പോലെ ചെറിയ ഈ മാവിൻ്റെ ഇടയ്ക്കൊക്കെ അവർ വള്ളിയായിട്ട് കയറ്റിയിട്ടുണ്ടാവും. ചാരു ഫുൾ എൻജോയ്മെൻ്റ് കേട്ടോ, ഡാൻസൊക്കെ കളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് പോവാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കുറച്ച് താഴേക്ക് നടക്കണം കേട്ടോ. താഴേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ വേറെ തന്നെ ഒരു ഏരിയ ഉണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു പ്രത്യേക ഏരിയ ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. അവിടുന്ന് കണ്ടോ ബാഹുബലി. ഓ, റൈനോ ഉണ്ട് കേട്ടോ, താഴെ ഒരു റൈനോ ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് അച്ഛനും അമ്മേൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് എന്താ താഴേക്ക് നോക്കുമ്പോൾ ഒരു പാർക്ക് സെറ്റപ്പ് ഉണ്ട് കേട്ടോ, ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു റൈനോ ഉണ്ട് വെച്ചിരിക്കുന്നത്. ചാരു അതിനെ കണ്ടോട് പറഞ്ഞു കേട്ടോ, റൈനോ അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ സൈഡിലൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ വാളൊക്കെ ആർട്ടിഫിഷ്യലായി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏരിയ ആണ് ഇതൊക്കെ. ഒരുപാട് കൃഷികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. വാഴയായാലും അതുപോലെ ഒരുപാട് പച്ചക്കറി കൃഷികൾ, അത് നമുക്ക് വാങ്ങാൻ പറ്റും ഇവിടെ നിന്ന് ഡയറക്റ്റ് കേട്ടോ. ഇതുണ്ട് നല്ല രസമില്ല. ഇവിടെ സ്റ്റെപ്പുകൾ പുൽത്തകിട് ചെയ്തിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കയറി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മളൊരു ആടിനെ കണ്ടു. ഇതൊക്കെ ഏത് ഇനത്തിൽപ്പെട്ട ആടാണെന്നൊന്നും അറിയില്ല. എല്ലാവരും കാണാൻ പക്ഷെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. സാധാ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ എല്ലാ പ്രത്യേക ഭംഗിയുണ്ട്. അതിൻ്റെ ചെവിയായാലും കൊമ്പായാലും കളറായാലും എല്ലാത്തിനും അതിൻ്റെ വേറെ വേറെ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കുറേ പോത്തുകൾ, പശുകൾ, അങ്ങനെ ഒരു ഫാമുണ്ട് ഇവിടെ. ഇവരുടേതായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാമും ഉണ്ട് ഇതിനടുത്തായിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു പൂൾ സെറ്റപ്പ്, പൂള് പോലെ കാണുന്നുണ്ട് ഇവിടെ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഇതിന് ഒരു പമ്പ് ഹൗസ് ആണോ എന്താണെന്ന് അറിയില്ല. ഒരു പൂൾ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. 4 കെട്ട് പോലെ വെള്ളം വീഴുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ആ വെള്ളം വീഴുന്ന ഫീലും എല്ലാം കിട്ടും ഇവിടെ. ഇത് കണ്ടോ, മേലെ നിന്ന് വെള്ളം വീണിട്ട് 4 കെട്ട് പോലെ ഉള്ളിലേക്ക് വെള്ളം വീഴുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു പംകിനെ കാണുന്നത്. പംകിൻ 4 സൈഡിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് സീറ്റിംഗ് ഏരിയയിലാക്കിയിട്ട് അങ്ങനെ പംകിനൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് അവിടെയുള്ള 2 പേര് ചാരുവിനെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരായിരുന്നു അവർ. അവർ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു.
ചാരുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചാരുവിൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇത് നടക്കാൻ. നമ്മൾ അത്ര വെയിലുണ്ടായിരുന്നു, ഒരു മഴക്കാറുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം ടയേർഡായിട്ടില്ല. നമ്മൾ വെയിലില്ലാത്തത് കൊണ്ട് ചാരുമോളായാലും വലിയ ടയേർഡായിട്ടില്ല ഈ ഇവിടെ വന്നിട്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുമ്പോഴേക്കാണ് ഇവിടെ എല്ലാ ഏരിയയിലും തറകൾ കെട്ടി, ഓരോ മരത്തിന് തറകൾ കെട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവർ. എവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ളൊരു ചെറിയ സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ഒട്ടകത്തിനെ കണ്ടത്. ഒട്ടകം ഇത് ഞങ്ങൾ ചാരുവിനോട് ചോദിക്കുന്ന കേട്ടോ, ഒറ്റയ്ക്ക് കുതിരയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വീഡിയോ കേട്ടോ. ഞങ്ങൾ ചോദിച്ചപ്പോൾ തലയാട്ടുന്നുണ്ടോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളും എന്ന് പറയുന്നു. അങ്ങനെ ആള് ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞു. ഒത്തിരി ഇഷ്ടപ്പെട്ടോ? പിന്നെ റെഡിയാണ് എല്ലാം ചോദിച്ച് ഓക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ സമ്മതിക്കുന്നത്. ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, ഹാപ്പിയായി കയറാൻ വേണ്ടി റെഡിയായി ഓടുന്ന രംഗാട്ടോ ഇത്. റൈഡിന് പോകുന്ന കേട്ടോ. ചാരുവിന് പിന്നെ ഒട്ടകത്ത് കയറണ്ട, കുതിരയിൽ ഒരു കുഞ്ഞു കുതിര ഉണ്ടായിരുന്നു. കുഞ്ഞു കുതിരയിൽ കയറാം, പിന്നെ തനിച്ച് കയറാമെന്നുള്ളത് പറഞ്ഞപ്പോൾ ചാരുവിനെ അവിടത്തേക്ക് കൊണ്ടുപോയി. ചാരുവിന് ടിക്കറ്റ് കൊടുത്തു കുതിര റൈഡിന് കയറി കേട്ടോ. ആൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ച പോലെയല്ല. ഞാൻ വിചാരിച്ചു ചാരുവിന് നല്ല പേടിയായിരിക്കും എന്ന് വിചാരിച്ചേ. അങ്ങനെ ചാരു സ്റ്റാർട്ടാക്കാൻ പോകും. ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ട്, എന്നാലും അത് മുഖത്ത് കാണിച്ചില്ല ചാരു ധൈര്യമുള്ള പോലെ തന്നെ ഇരുന്നു, ഒന്നും പേടിക്കാതെ ഇരുന്നു. അങ്ങനെ റൈഡ് തുടങ്ങി കേട്ടോ. ചാരുവിൻ്റെ റൈഡ് തുടങ്ങി. ചാരു തന്നെ പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ, അല്ലാണ്ട് തനിച്ച് വിട്ടതല്ല. ചാരുവിന് ധൈര്യത്തോടു കൂടി പോകണമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കേ പോവുള്ളൂ, ഒറ്റയ്ക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചാരു ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് സമ്മതിച്ചത്. അങ്ങനെ കൂടെ ഉണ്ട് കേട്ടോ, അത് കൂടെ നമ്മളും ഉണ്ട്. അങ്ങനെ അവർ കുറച്ച് ദൂരം പോയി ഇതിങ്ങനെ ഇരുത്തിയിട്ട്. നല്ല രസമുള്ള കുതിര അല്ലേ, ചെറിയ കുതിരയാണ്, വലിയ കുതിരയല്ല. അതുകൊണ്ട് അത്ര പേടിക്കാനുമില്ല. അഥവാ ഇങ്ങനെ ചെരിഞ്ഞ് പോയാൽ തന്നെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആണ് അതിൻ്റെ സീറ്റിങ്ങൊക്കെ ഉള്ളത്. നമുക്കത്ര ഹൈറ്റില്ല. കൂടെ അച്ഛനും പോയി ചാരുവിൻ്റെ കൂടെ നടന്നുകൊണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ചാരു കുതിരയിലൊക്കെ ടേൺ ചെയ്ത്, അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ അവരെ കുതിരേനെ ടേൺ ചെയ്തിട്ട് അവിടെ നിന്നിട്ട് ചാരുവിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നാണ് പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ച് ചാരുവിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില ആൾക്കാർ ചാരുവിൻ്റെ ഫോട്ടോസ്. അങ്ങനെ അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നടക്കുമ്പോൾ ധൈര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഉള്ളിലൊരു ഭയമുള്ള പോലെയുണ്ട് ചാരുവിന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, കുതിരയിൽ കയറിയ അവർക്കറിയാം, അതിങ്ങനെ ഓരോ ജമ്പ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഫീല് വരുമല്ലോ. അപ്പം അന്നേരം പക്ഷെ എന്നാലും ധൈര്യത്തോടു കൂടി ചാരു ഇരുന്നു കേട്ടോ. ഇത്രയും ദൂരം ഞങ്ങൾ വിചാരിച്ചില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്നു, കൂടെ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ചാരു ഇരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ എത്തി കേട്ടോ. ഒട്ടകമുണ്ട് സൈഡിൽ. ഒട്ടകത്തിന് ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് നമ്മളതിന് സമ്മതിച്ചില്ല. ചാരുവിനും അത് വേണ്ട, ഒട്ടകത്ത് കയറണ്ടെന്ന് പറഞ്ഞു ആദ്യം തൊട്ടേ. അങ്ങനെ ഞങ്ങൾ ആ റൈഡൊക്കെ തന്നെ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ കുതിരയിൽ കയറിയിട്ട് നമ്മൾ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പഗ്ഗിനെ കണ്ടത്. പഗ്ഗ് ചാരുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പഗ്ഗിനെ കാണുമ്പോൾ അതിനത്രയല്ലേ ഹൈറ്റ് പിന്നെ ചെറിയൊരു നായയായതുകൊണ്ട് ചാരുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനെ. അങ്ങനെ കുറച്ച് സമയം തൊട്ട് തലോടിയൊക്കെ കളിച്ച് ചാരുട്ടൻ അതിനോടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. ചാരു കമ്പനി ആയിക്കഴിഞ്ഞാൽ എല്ലാവരോടും നല്ലോണം സംസാരിക്കും. അങ്ങനെ ഇത് കണ്ടോ, ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചാരുവിന്. അങ്ങനെ അവിടെ നിന്ന് മടങ്ങിയിട്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ്
ഇങ്ങനൊരു സീറ്റിംഗ് ഏരിയ ഒക്കെ ഉള്ളത് അവിടെ. പല സ്ഥലത്തും ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വുഡൻ ബെഞ്ച് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്ത്, ചാരൂട്ടനും ഇതുവരെ ഇങ്ങനെ ടയേർഡാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതുവരെ ചാരു ഫുൾ ടൈം നടത്തായിരുന്നു, ഒറ്റയ്ക്ക് തന്നെ എല്ലാവിടെയും ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ചൂടുണ്ടെങ്കിലും വെയിലില്ലാത്തത് കാരണം അത്രയ്ക്ക് അങ്ങനെ ടയേർഡായിട്ടില്ല. ഇത് കണ്ടോ, ഒരു വലിയ പപ്പായ ഇവിടെയും ഫോട്ടോ ഫ്രെയിം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് റെസ്റ്റ് എടുക്കാം, അതുപോലെ കുറച്ച് ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. ഞങ്ങൾ കൊടുത്ത് കുറച്ച് ഫോട്ടോസ് അച്ഛൻ്റെ അമ്മേൻ്റെ ചാരുവിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോഗ്രാഫർ കണ്ടോ, പുതിയ ഫോട്ടോഗ്രാഫർ. അതൊക്കെ ചാരുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. എല്ലാത്തിനും സമ്മതിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കും, അവളെടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടോ, ഒരു ബെഞ്ച് ബനാനയുടെ ഷേപ്പിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇത് പന്തലും ഉണ്ട്. അങ്ങനെ ഇതൊരു പല വള്ളികൾ ഇതിൽ കയറ്റിയിരിക്കുന്ന തണലിന് വേണ്ടിയിട്ട് അവർ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഇത് പുറത്തേക്കുള്ള വഴി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പംകിൻ സൈഡിലുള്ള ആ പംകിനാണ് ഞങ്ങളുടെ അടുത്ത സൈഡിലുള്ളത്. ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഇവിടുന്ന് ഓൾറെഡി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നേരത്തെ കണ്ട പംകിനില്ലേ, പംകിൻ്റെ ഏരിയയിലെത്തിയത്. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ്, കുറച്ച് വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടത്തേക്ക് പോയി. ഞങ്ങൾ അവിടെ എത്തി നൈനേൻ്റെയും ചാരുവിൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഫോട്ടോസ് എടുത്ത് പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പംകിൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നു. ഇതൊക്കെ ഇത് കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇതിന് വെജിറ്റബിൾസ് അവർ ഫാമിങ്ങിനായിട്ട് സെപ്പറേറ്റ് ഏരിയ ആണ്. ആ ഏരിയയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതുപോലെ ഈ പന്തലൊക്കെ കണ്ടവർ വള്ളിപ്പന്തൽ കയറ്റിയിരിക്കുന്നതാണ്. അത് ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ട്. അങ്ങനെ പല വള്ളികൾ ഇതിലേക്ക് കയറ്റി തണലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഏരിയാസൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമ്മൾ പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചെടികളും നഴ്സറി സെക്ഷനിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് തൈകളും ഫ്രൂട്ട്സിൻ്റെ തൈകളും വെജിറ്റബിൾസിൻ്റെ തൈകളും എല്ലാം വാങ്ങിച്ച് പോകാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരത്തെ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ എത്തിച്ചേർന്നു. കാളവണ്ടി ഞാൻ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചെന്നായിരുന്നു. അവിടത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. ഇത് കണ്ടോ, ചെറിയ ചെറിയ തൈകളാക്കിയിട്ട് ഒരുപാടുണ്ട്. പേരയുണ്ട്, അങ്ങനെ പല തൈകളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ചെടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ അക്വേറിയം സെറ്റ് ചെയ്യാൻ പറ്റും, അക്വേറിയത്തിൻ്റെ ഫ്രെയിമുണ്ട്, അങ്ങനെ എല്ലാം ഇവിടുന്ന് വാങ്ങാൻ പറ്റും. കറ്റാർ വാഴ, അങ്ങനെ എല്ലാവിധ ചെടികളും ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് വിസിറ്റ് ചെയ്ത് ചെടികളൊക്കെ വാങ്ങാൻ പറ്റും. ഇങ്ങനെയുള്ള സൗകര്യം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇതിൽ നമുക്ക് ഇത്രയും വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഇതിലേക്കുള്ള എൻട്രി ഫീ ആണ്. ഇത് 200 രൂപയാണ് ഇവർ എൻട്രി ഫീ ആയിട്ട് വാങ്ങുന്നത്. പിന്നെ അതുകൂടാതെ ഓരോരോ റൈഡിനും ഓരോ കേവിലേക്ക് കയറുന്നതിനും സെപ്പറേറ്റ് എൻട്രി ഫീ വാങ്ങുന്നുണ്ട്. അപ്പോൾ റേറ്റ് കൂടുതലാണോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ള ഏരിയാസിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ചുറ്റും കണ്ണൂർ ജില്ലയിലെ ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള പാർക്കുകളിലും പോയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾ പോവുക, വിസിറ്റ് ചെയ്യുക, നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾക്കൊരു ഈവനിങ് ഫാമിലി മൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു
ഏരിയ ആണ്. പ്രത്യേകിച്ച് ശ്രീകണ്ഠാപുരം, മയ്യിൽ, പറശ്ശിനിക്കടവ്, ഇരിക്കൂർ, ഇരിട്ടി അങ്ങനെയുള്ള ഏരിയയിലുള്ളവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത്, ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഇതാണ്. നമ്മുടെ അവിടെ നിന്ന് ചെടികളൊന്നും എടുത്തില്ല. അങ്ങനെ ചെടിയൊന്നും എടുക്കാണ്ട് നമ്മൾ വീണ്ടും പുറത്തേക്കുള്ള വഴിയിലൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ എൻട്രി ഫീയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ റൈഡിൽ കയറുന്ന ഫീ ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വരിക, കാണുക, സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഞങ്ങളപ്പോൾ അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ 5 സ്റ്റാറിൽ എത്ര സ്റ്റാർ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു 3 സ്റ്റാർ കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ 3 സ്റ്റാർ ഓക്കെ, 3 സ്റ്റാർ ഓക്കെയാണ് കേട്ടോ. അതിനുള്ളതൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഇങ്ങോട്ട് വരരുത്. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്കൊരു വൈകുന്നേരങ്ങളിൽ സമയം പോകണം, ഫാമിലി മൊത്ത് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഭാഗത്തുള്ളവർക്കും നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ പിൻ ചെയ്യാം. ഞങ്ങൾക്കിത് വീട്ടിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ, 35 മിനിറ്റ്സ് മാക്സിമം അത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഇന്നാളെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന് കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ ദൂരമൊന്നും പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഈ തൊട്ടടുത്തുള്ള ഏരിയയിലൊക്കെ പോകുന്ന വീഡിയോസ് പകർത്തിയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്നുള്ളതിൻ്റെ ഒരു പ്രതികരണം നിങ്ങൾക്ക് ചെയ്യാം. ലൈക്കിലൂടെയോ നിങ്ങൾ കമൻറ്റിലൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾക്ക് പറയാവുന്നതാണ് നമ്മളോട്. നമ്മൾ പ്രൊഫഷണൽസ് അല്ല. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോസ് പിന്നീട് കയറ്റിയത് കാരണം അതിൻ്റേതായ ചെറിയ ഓഡിയോ ലാഗ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക.